അത്ഭുതങ്ങൾ കാണാത്ത ആരും ഇതിൻ്റെ അകത്തില്ല. ഏതെല്ലാമോ മേഖലകളിൽ അത്ഭുതങ്ങളെ അനുഭവിച്ചവരാണ് നമ്മളെല്ലാവരും. ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നിരവധി അത്ഭുതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അനുഭവിച്ച അത്ഭുതങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി ഈ ചിന്തയിലേക്ക് വരാം. പനി മാറിയതും പരുമാറിയതും ക്യാൻസർ മാറിയതും കടം ചോദിച്ച പൈസ നമുക്ക് അവർ തന്നതുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വീരവാദം മുഴക്കുന്ന അത്ഭുതങ്ങളുടെ പട്ടികയിലുള്ള കണക്കുകളാണ്. നിങ്ങളുടെ മുഖത്തിൻ്റെ ഭാവം മാറിയത് ഞാൻ കണ്ടു. കാരണം കഴിഞ്ഞ ആഴ്ചയും സാക്ഷ്യം പറഞ്ഞത് ഈ പദവാ. ക്യാൻസർ മാറിയത് അത്ഭുതമാണെന്ന് പറഞ്ഞ് നമ്മുടെ ആലയത്തിൻ്റെ അകത്ത് സാക്ഷ്യം പറയുന്ന ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം മഴ നനഞ്ഞു പനി പിടിച്ചു. പാരസെറ്റാമോൾ കഴിച്ചിട്ടും പനി മാറിയില്ല. ദൈവദാസനെ രാത്രിയിൽ ഞാൻ വിളിച്ചു. ഒറ്റ പ്രാർത്ഥന കൊണ്ട് പനി അശേഷം മാറി. ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു. നിങ്ങൾ അതിന് സ്തോത്രം പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, നിങ്ങളും ഈ അത്ഭുതം, പനി മാറിയത് അത്ഭുതമാണെന്നും പറഞ്ഞിരിക്കുന്ന ആളുകളാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഒരു ജലദോഷം വന്നാൽ പാരസെറ്റാമോൾ കഴിച്ചാൽ 7 ദിവസം കൊണ്ട് മാറും. ഇനി മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് മാറും. മനസ്സിലായവരൊന്ന് കൈപൊക്കിക്കുക. മനസ്സിലായവർ മാത്രം. ബാക്കിയുള്ളവർ പിടികിട്ടുമ്പം പിടികിട്ടട്ടെ, ഇല്ലെങ്കിൽ മനസ്സിലായവരോട് ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് പനി വന്നാൽ, ജലദോഷം വന്നാൽ പാരസെറ്റാമോൾ കഴിച്ചാൽ 7 ദിവസം കൊണ്ട് എന്ത് ചെയ്യും? ഇനി കഴിച്ചില്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് മാറും. എന്തായാലും മാറും. ഇനി ഒരാഴ്ച 7 ദിവസം എത്രയുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇനി അത് മാറിയിട്ട് അത് അത്ഭുതമാണെന്ന് പറയുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. സ്തോത്രം. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു സഭയിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി കിടന്നു ചെന്നപ്പം ഒരമ്മാമ്മ ചാടി എഴുന്നേറ്റൊരു സാക്ഷ്യം പറഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ എൻ്റെ പാസ്റ്ററെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ അപ്പുറത്തെ വീട്ടിലെ അമ്മിണി ചേച്ചിയോട്, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം, എന്നോട് വീട്ടിൽ വിട്ടേക്കണം, അമ്മിണി ചേച്ചിയോട് ഒരു 25,000 രൂപ കടം ചോദിച്ചിട്ടുണ്ട്, പെട്ടെന്ന് ബാങ്കിൽ അടയ്ക്കേണ്ടതാണ്. പാസ്റ്റർ മുട്ടിപ്പായിട്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അമ്മിണി ചേച്ചിയുടെ ഹൃദയത്തോട് ദൈവാത്മാവ് ഇടപെടേണ്ടതിന്, ഞാൻ കടം ചോദിച്ച പൈസ എനിക്ക് തരേണ്ടതിന് പാസ്റ്റർ എന്ത് ചെയ്യണം? ഏതോ ഗതികെട്ട നേരത്ത് ഈ പുള്ളിക്കാരിക്ക് ആ പൈസയും കൊടുത്തു. പിറ്റേ ഞായറാഴ്ച വന്നുള്ള സാക്ഷ്യം എന്നറിയാമോ? ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഞാൻ കടം ചോദിച്ച പൈസ അമ്മിണി ചേച്ചി എനിക്ക് എന്ത് ചെയ്തു? സഹോദരങ്ങളെ, അതൊരത്ഭുതമൊന്നുമല്ല. അതൊരത്ഭുതമൊന്നും. ഇനി വേറൊരു കാര്യം വേണം ഞാൻ പറയാം. അത്ഭുതമാണെന്ന് മാനുഷികപരമായൊരു വാക്ക് ഞാൻ പറയാം. ഈ തന്നതൊരത്ഭുതമല്ല, ഈ മേടിച്ച പൈസ തിരിച്ചു കൊടുക്കുന്നതൊരത്ഭുതമാണ്. ചില ആളുകൾ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് എന്ത് ചെയ്യല, 6 മാസത്തിന് നമ്പർ വരെ ബ്ലോക്ക് ചെയ്ത് കളയും. സ്തോത്രം. എന്നിട്ട് ഞായറാഴ്ച വന്ന് നീണ്ടു നിവർന്നൊരു സാക്ഷ്യം കൂടി. കടം മേടിച്ച പൈസ ഞങ്ങൾ ചോദിച്ചു. അമ്മ കൃത്യസമയത്ത് ദൈവത്തിൻ്റെ അത്ഭുതത്തിന് നന്ദി. പ്രാർത്ഥിച്ച പാസ്റ്റർക്കും നന്ദി. എൻ്റെ സഹോദരങ്ങൾ, ഇതൊന്നും അല്ല അത്ഭുതം. നിങ്ങൾക്ക് കാറ് കിട്ടുന്നതാണോ അത്ഭുതം? നിങ്ങൾക്ക് വീട് കിട്ടുന്നതാണോ അത്ഭുതം? ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും കാറും വീടും ബംഗ്ലാവും സ്ഥലങ്ങളും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന നിരവധി കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്നതാണോ അത്ഭുതം? അല്ല. ബൈബിൾ നമ്മളെ പരിചയപ്പെടുത്തുന്നത് ഇതൊന്നും അത്ഭുതമല്ല. ഈ ഭൂമിയിൽ താമസിക്കുമ്പോൾ നമുക്ക് ജീവിക്കാൻ ആവശ്യമാകുന്ന നന്മകളായി ദൈവം ഇത് നമുക്ക് പകർന്നു തന്നിരിക്കുന്നതാണ്. അതിന് അത്ഭുതമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് വീരവാദം മുഴക്കരുത്. കർത്താവിന് നൽകിയ നന്മയ്ക്ക് സ്തോത്രം പറഞ്ഞാൽ മതി. അപ്പോൾ എന്താണ് അത്ഭുതമെന്ന് പറയുന്നത്? അത്ഭുതം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ ഭാഗം നമുക്ക് ചിന്തിക്കാൻ കഴിയത്തുള്ളൂ. അത്ഭുതമെന്ന് തിരുവചനം നമ്മളെ പരിചയപ്പെടുത്തുന്ന സുവിശേഷങ്ങളിലേക്ക് വരണം. വായിക്കേണ്ട, ശ്രദ്ധിച്ചേ. അസാധ്യമായതിനെ സാധ്യമാക്കുന്നതാണ് അത്ഭുതം എന്ന് പറയുന്നത്.
ഇനി ഒന്നും കൂടി പറയാം. ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കത്തില്ലെന്ന് വിധി എഴുതി വെച്ചത്, ജീവിതത്തിൽ ഒരിക്കലും നടക്കത്തില്ലെന്ന് വിധി എഴുതി വെച്ചത്, ജീവിതത്തിൽ ഒരിക്കലും കാണാൻ കഴിയത്തില്ലെന്ന് വിധി എഴുതി വെച്ചത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് പറയുന്ന പേരാണ് അത്ഭുതമെന്ന് പറഞ്ഞോൾ ഇന്ന് പകലിൽ കരമടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് യേശുവിനോട് പറ, യേശുവേ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. അതിന്ന് പകലിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് വെളിപ്പെട്ടു വരട്ടെ. സ്തോത്രം. അല്ലാണ്ട് പനി മാറിയതും പരിമാറിയതും ക്യാൻസർ മാറിയതും. ഇന്നലെ അതിലെ പോയപ്പം ഒരു മൂർഖൻ പാമ്പ് എൻ്റെ മുൻപിൽ ചാടി. അത്ഭുതം എന്ന് പറയട്ടെ, നിന്നെ കണ്ടിട്ട് മൂർഖൻ പാമ്പ് രക്ഷപ്പെട്ടതാ. നമ്മുടെയൊക്കെ ചിലതിനെ കൊത്തിയ പാമ്പ് തന്നെ ചാകും. അതുപോലത്തെ വേഷമായിട്ടാണ് നടക്കുന്നത്. അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് പിണങ്ങാതെ ആ വിഷയം അങ്ങ് തീർക്കാം. എന്താ അത്ഭുതം എന്ന് പറയുന്നേ? അസാധ്യമായൊരു വിഷയം, അസാധ്യമായൊരു സംഭവം, ഒരിക്കലും സംഭവിക്കത്തില്ലാത്തൊരു കാര്യം, അത് സംഭവിക്കുന്നതിന് പറയുന്ന പേര് അത്ഭുതം എന്ന് പറയുന്നത്. ഈ ഒരു അസാധ്യങ്ങളെ മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയത്തില്ല. ഈ ഒരു അസാധ്യമായ കാര്യങ്ങളെ മനുഷ്യന് ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയത്തില്ല. ചന്ദ്രന്റെ നിറവും മണവും ഗുണവുമൊക്കെ അറിയാൻ ചന്ദ്രയാനെ പറഞ്ഞു വിട്ട് ഇന്നും പുള്ളിക്കാരൻ എഴുന്നേറ്റിട്ടില്ല, അവിടെ കിടന്ന് ഉറക്കവാ. സൂര്യന്റെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു വിട്ട ഒരു പുള്ളിക്കാരനുണ്ട്. 5 ലക്ഷം കിലോമീറ്റർ അങ്ങകലെ ചെന്നിട്ട് എതിലേ പോയെന്നറിയത്തില്ല. ഇതുവരെ സൂര്യനിൽ നിന്നൊരു ഫോട്ടോ വന്ന ചരിത്രം ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾക്കൊരു ആമേൻ പറയാമോ? പക്ഷെ ഇന്ന് പകലിൽ ഞാൻ പറയുന്നു, ജീവനോടെ ഇതിൻ്റെ അകത്ത് നിങ്ങളെയും എന്നെയും കൊണ്ടുവന്നില്ലേ? ഇന്നലെ രാത്രിയിലും ഇടനെഞ്ചിൻ്റെ അകത്ത് പടപട ഇടിച്ച് 6 അടി മണ്ണിലേക്ക് നീറിയൊടുങ്ങുവാൻ ശരീരത്തിലേക്ക് മരണത്തിൻ്റെ കരാളകഷ്ടങ്ങൾ കടന്നു വന്ന് തണുത്തുറങ്ങിയ അവസ്ഥകളിലേക്ക് ജീവിതം മാറ്റപ്പെട്ട് മോർച്ചറിക്കകത്തോ 6 അടി മണ്ണിൻ്റെ അകത്തോ വീട് വരാന്തകളിലോ വെള്ളത്തുണിക്കകത്ത് പൊതിഞ്ഞു കെട്ടി, മൂക്കിൽ പഞ്ഞി വെച്ച് താടിവട്ടം കെട്ടി, കൈകാലുകൾ കൂട്ടിക്കെട്ടി അലമുറയിട്ട് കരയുന്ന മാതാപിതാക്കളും തലമുറകളുടെയും നടുവിൽ നിശ്ചലനായി കിടക്കേണ്ടുന്ന ഈ ഒരു അവസ്ഥയുടെ നടുവിൽ നിന്ന് ആയുസ്സോടെ ഇന്ന് പകലിൽ നിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് അത്ഭുതമെന്ന് പറയുന്നത്. നിന്റെ ആയുസ്സിനെ മടക്കി തന്നിട്ടുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടു പോയ നിന്റെ ആരോഗ്യത്തെ മടക്കി തന്നിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേര് അത്ഭുതമെന്ന് പറയുന്നത്. അത്ഭുതം നൽകിയ ദൈവത്തിന് കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറയട്ടെ.